ബംഗ്ലാദേശിൽ ഹൈന്ദവ ക്ഷേത്രത്തിന് നേരെ വീണ്ടും ആക്രമണം. ഇസ്ലാമിസ്റ്റുകൾ ധാക്കയിൽ ഇസ്കോൺ ക്ഷേത്രം കത്തിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു ധാക്കയിലെ ക്ഷേത്രത്തിന് തീയിട്ടത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, അവിടെ ഹൈന്ദവ വേട്ട തുടരുകയാണ്. ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ അവിടെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം, അവരുടെ ആരാധനാ കേന്ദ്രം, പ്രത്യേകിച്ചും ക്ഷേത്രങ്ങൾ, ഇസ്കോൺ സന്യാസി വര്യന്മാരെ അറസ്റ്റ് ചെയ്യുന്നു, ക്ഷേത്രങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഹൈന്ദവർക്കെതിരായ അതിക്രമങ്ങൾ ബംഗ്ലാദേശിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. അങ്ങനെയല്ലേ ഗൗതം അനന്തനാരായൺ? വിനോദെ, ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ കലാപത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ലോകമെമ്പാടും ഉയരുന്ന ഘട്ടത്തിലും അവിടെ ഇസ്ലാമിസ്റ്റുകൾ ആയുധം താഴെ വെക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്ക അടങ്ങുന്ന ജില്ലയിലാണ് ഇപ്പോൾ മറ്റൊരു ഹിന്ദു ക്ഷേത്രം അഗ്നിക്ക് ഇരയാക്കിയിരിക്കുന്നത്. ഇസ്കോണിന് കീഴിലുള്ള ക്ഷേത്രം ഇന്ന് പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഈ ക്ഷേത്രം അഗ്നിക്ക് ഇരയാക്കി എന്നാണ് ഇസ്കോൺ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ക്ഷേത്രം തകർത്തതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട മൂർത്തിയുടെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ തീ വെച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ കലാപ കാലഘട്ടത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. 4ാമത്തെ ക്ഷേത്രമാണ് ബംഗ്ലാദേശിൽ പൂർണ്ണമായി തന്നെ തകർത്തിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 25-നാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. നേരത്തെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച കലാപം അതും ഹിന്ദു വിരുദ്ധ കലാപമായി പിന്നീട് മാറിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഷെയ്ഖ് ഹസീനയുടെ വസതി ആക്രമിക്കുകയും തലനാഴിരയ്ക്ക് അവർ ഹെലികോപ്റ്റർ മാർഗം ഭാരതത്തിലേക്ക് അഭയാർത്ഥിയായി എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിലും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടതിന് പിന്നാലെ അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി മാറുകയും ധാരാളം ക്ഷേത്രങ്ങൾ തകർക്കുകയും ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഒപ്പം ക്രിസ്ത്യൻ ചർച്ചുകളും ആക്രമിക്കപ്പെട്ടതാണ്. അതിനുശേഷം ആ കലാപത്തിന്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 25-ന് ഉച്ചയ്ക്കാണ് ചിറ്റഗോഗിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ബ്രഹ്മചാരി കൃഷ്ണദാസ് പ്രഭുവിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനെ തുടർന്ന് വീണ്ടും ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ അക്രമം നടന്നു. അങ്ങനെ ചിറ്റഗോഗിൽ ഉൾപ്പെടെ ഏതാണ്ട് 3 ക്ഷേത്രങ്ങൾ പൂർണ്ണമായി തന്നെ തകർത്തതാണ്. അതുകൂടാതെയാണ് ഇന്നിപ്പോൾ തലസ്ഥാനമായ ധാക്ക അടങ്ങുന്ന ജില്ലയിൽ ഇപ്പോൾ മറ്റൊരു ക്ഷേത്രം കൂടി തകർത്തിരിക്കുന്നത്. ഈ ക്ഷേത്രം പൂർണ്ണമായി തന്നെ തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീവപ്പുണ്ടായതോടുകൂടി ഈ ക്ഷേത്രത്തിലുള്ള ജീവനക്കാർ പലരും ഉറങ്ങുകയായിരുന്നു. എന്നാൽ വലിയ ബഹളം കേട്ടതിനെ തുടർന്ന് ഇവരെല്ലാം ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് ആളപായമില്ലാത്തത്. പക്ഷേ ക്ഷേത്രം പൂർണ്ണമായി തന്നെ കത്തി നശിക്കുകയുണ്ടായി. എന്തായാലും വ്യാപകമായ പ്രതിഷേധം ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ഹിന്ദു വിരുദ്ധ കലാപത്തിനെതിരെ ലോകത്തെല്ലായിടത്തും ഉയരുകയാണ്. ഭാരതത്തിൽ വലിയ പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഈ മാസം 10-ാം തീയതി ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ മാർച്ച് നടക്കാനിരിക്കുകയാണ്. പക്ഷേ ഭാരതത്തിലും അതല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് മറ്റ് രാജ്യങ്ങളിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഈ അക്രമത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിലും അത് ഫലം കാണുന്നില്ല. ക്ഷേത്രങ്ങൾക്ക് നേരെയും ഒപ്പം ഹിന്ദുക്കൾ അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുമുള്ള അക്രമം ബംഗ്ലാദേശിൽ തുടർക്കഥയാകുന്നു എന്നതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ഈ ധാക്കയിൽ ക്ഷേത്രം ഇന്ന് പുലർച്ചെ അഗ്നിക്കിരയാക്കിയ സംഭവം. ഗൗതം, അതേപോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ഭാരതം കൃത്യമായി അപലപിക്കുന്നുണ്ട്. RSS, വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകളും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിപക്ഷമായ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ അടക്കം ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ എന്തെങ്കിലും ദേശീയ തലത്തിൽ അവർ പ്രതികരിച്ചിട്ടുണ്ടോ ഗൗതം? വിനോദ, കാര്യമായ പ്രതികരണമൊന്നും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. അതിനകത്ത് വലിയൊരു അത്ഭുതമായിട്ട് നമുക്കത് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ബംഗ്ലാദേശിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും നമ്മുടെ മറ്റൊരു അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാൻ, ഈ രാജ്യങ്ങളിലൊക്കെ ഹിന്ദുക്കൾക്ക് നേരെ അതല്ലെങ്കിൽ അവിടുത്തെ ക്രൈസ്തവരോ ബുദ്ധമതക്കാരോ ഒക്കെ ആകട്ടെ, അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ കൊടിയ ആക്രമണം പതിറ്റാണ്ടുകളായി നടത്തുന്നതാണ്. അവിടുത്തെ ഹിന്ദു ജനസംഖ്യയും അവിടുത്തെ മറ്റ് മതവിഭാഗങ്ങളുടെ മുസ്ലിം ഇതര മതവിഭാഗങ്ങളുടെ ജനസംഖ്യ കുത്തനെ ഇടിയുന്നതിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാലാണ് കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിൽ പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള നിയമങ്ങൾ പാസാക്കി പാകിസ്ഥാനിലെയും
ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഹിന്ദുക്കൾക്ക് ഭാരതത്തിൽ അഭയം നൽകുവാനുള്ള ഒരു തീരുമാനം തന്നെ മോദി സർക്കാർ എടുത്തത് ഈ അക്രമം ഈ രാജ്യങ്ങളിലൊന്നും അവസാനിക്കില്ല എന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അന്ന് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കാൻ മുന്നിലുണ്ടായിരുന്നു കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും. പക്ഷേ ബംഗ്ലാദേശ് പോലെ നമ്മുടെ അയൽ രാജ്യത്ത് ഇത്ര വലിയ കലാപം ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഘട്ടത്തിൽ ആ വിഷയത്തിൽ കാര്യമായ പ്രതികരണം കോൺഗ്രസിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ ഒന്നും ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. നമുക്കറിയാം പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 25-ാം തീയതി മുതൽ ശൈത്യകാല സമ്മേളനം ചേരുകയാണ്. വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കയിൽ അദാനിക്കെതിരെ എടുത്ത ഒരു കേസ് നമ്മുടെ രാജ്യത്തല്ല, മറിച്ച് US-ൽ അദാനിക്കെതിരെ എടുത്തിട്ടുള്ള കേസിന്റെ പേരിൽ ദിവസങ്ങളോളം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു. സാമ്പൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. മണിപ്പൂർ സംഘർഷം ഉയർത്തിക്കൊണ്ടുള്ള ബഹളം നടക്കുന്നുണ്ട്. നമുക്കറിയാം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ, അതായത് 18-ാം ലോക്സഭയിലേക്കുള്ള സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ജയ് പാലസ്തീൻ എന്ന് വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത MP-മാരെ വരെ നമുക്കറിയാം. അങ്ങനെ പാലസ്തീൻ വിഷയം ഉന്നയിച്ച ഇന്ത്യ മുന്നണി, മണിപ്പൂർ വിഷയം ഉന്നയിക്കുന്ന ഇന്ത്യ മുന്നണി, അല്ലെങ്കിൽ അദാനിയുടെ അമേരിക്കയിലെ വിഷയങ്ങൾ വരെ ഉയർത്തുന്ന ഈ ഇന്ത്യ സഖ്യം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണവും പാർലമെന്റിനകത്ത് നടത്തുന്നില്ല. രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ നിശബ്ദരാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരും ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമത്തെ, ബംഗ്ലാദേശിൽ ക്ഷേത്രത്തിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇസ്ലാമിസ്റ്റുകളാണ് ധാക്കയിൽ ഇസ്കോൺ ക്ഷേത്രം കത്തി നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു ക്ഷേത്രത്തിന് തീയിട്ട സംഭവം ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.